വഖഫ് ബോർഡ് കേസിൽ ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി സമർപ്പിച്ചു. വഖഫ് ബോർഡിന്റെ പ്രവർത്തനം മരവിപ്പിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ ബോർഡും അംഗങ്ങളും സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് നീക്കം. ഹർജികളിൽ തന്റെ വാദം കേൾക്കാതെ ഉത്തരവ് ഇറക്കരുത് എന്നതാണ് ആവശ്യം. വിവരങ്ങളുമായി ആദർശ് ടി.എസ്. ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ആദർശ്, തന്റെ വാദം കൂടി കേൾക്കണം, തന്റെ ഭാഗം കൂടി കേൾക്കണം, അല്ലാതെ ഒരു ഉത്തരവ് ഇറക്കരുത് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഷോൺ ജോർജിന്റെ തടസ്സ ഹർജി അത് എപ്പോഴേക്കും കോടതിയുടെ പരിഗണനയിൽ വരും? രാഖി, കഴിഞ്ഞ ദിവസമാണ് വഖഫ് ബോർഡ് ചെയർമാനും വഖഫ് ബോർഡ് അംഗവും സുപ്രീം കോടതിയെ സമീപിച്ചത്. കാരണം കേരള ഹൈക്കോടതി ഉത്തരവോടുകൂടി കേരളത്തിലെ വഖഫ് ബോർഡിന് താൽക്കാലികമായി പ്രവർത്തനങ്ങൾ മരവിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വഖഫ് ബോർഡ് ചെയർമാൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. മാത്രമല്ല, ഈ ഹർജിയെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ പരിഗണിക്കാമെന്ന് സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഷോൺ ജോർജ് തടസ്സ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ കേരള ഹൈക്കോടതി ഈ വഖഫ് ബോർഡ്, പ്രത്യേകിച്ച് സംസ്ഥാനത്തെ വഖഫ് ബോർഡ്, അത് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ വഖഫ് ബോർഡ് ചെയർമാൻ അടക്കമുള്ളവർ ഇവിടെ ഒരു ബി.ജെ.പി. നേതാവിന് വേണ്ടി സംസ്ഥാന സർക്കാർ അടക്കം ഒത്തുകളിച്ചു എന്ന് ആരോപിക്കുകയും പിന്നാലെ അവർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തത്. ഈ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഈ ഒരു ഹർജിയിൽ ഇടക്കാല ഉത്തരവും മറ്റും പുറപ്പെടുവിക്കരുത്, അതിന് തൻ്റെ വാദങ്ങൾ കൂടി കേൾക്കണം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഷോൺ ജോർജ് കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകിയ ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. എന്തായാലും വഖഫുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നിലനിൽക്കുന്ന ഈ ഒരു തർക്കം ഇതിപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരള ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായിട്ട് ഈ വഖഫ് ബോർഡിൻ്റെ കാര്യത്തിൽ നിയമലംഘനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഷോൺ ജോർജ് നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഈ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നത്. കാരണം ഈ മുസ്ലിങ്ങളല്ലാത്ത സമുദായത്തിൽ നിന്നുള്ളവരെ അടക്കം വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണം എന്നതടക്കമുള്ള നിയമങ്ങൾ നേരത്തെ പാർലമെൻറ്റ് പാസ്സാക്കിയിരുന്നു. എന്നാൽ ഇതൊന്നും കണക്കിലെടുക്കാതെ വഖഫ് ബോർഡ് ഇപ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന അതേ സംവിധാനത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കേരളത്തിലെ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് വഖഫ് ബോർഡ് ചെയർമാനും വഖഫ് ബോർഡ് അംഗവും സുപ്രീം കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തത്. എന്തായാലും തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഈ ഹർജി പരിഗണിക്കാമെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. ഇനിയിപ്പോൾ ഇതിൽ ഷോൺ ജോർജ് നൽകിയ തടസ്സ ഹർജിയും സുപ്രീം കോടതിയുടെ മുന്നിൽ പരിഗണനയിലുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് കൃത്യമാക്കിയിരിക്കുകയാണ്. കാരണം താൻ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹർജി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹർജിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടക്കാല ഉത്തരവോ മറ്റോ പുറപ്പെടുവിക്കുമ്പോൾ അതിൽ തൻ്റെ വാദങ്ങൾ കൂടി കേൾക്കണമെന്നാണ് ഷോൺ ജോർജ് നൽകിയ ഈ തടസ്സ ഹർജിയിൽ പറയുന്നത്. ശരി, എന്തായാലും ഷോൺ ജോർജ് വിഷയത്തിൽ ഒരു തടസ്സ ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. തന്റെ വാദം കേൾക്കാതെ ഉത്തരവ് ഇറക്കരുത് എന്നതാണ് ഈ ഹർജിയിലെ ആവശ്യം.